ഛത്തീസ്ഗഡിൽ കുഴിബോംബ് പൊട്ടിത്തെറിച്ച് ജവാന് വീരമൃത്യു. 3 ജവാന്മാർക്ക് പരിക്കേറ്റു. ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് സംഭവം. വിവരങ്ങൾ എസ് നന്ദഗോപൻ നൽകും. നന്ദൻ, അടുത്ത വർഷം മാർച്ച് മാസത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പൂർണ്ണമായി നമ്മുടെ രാജ്യത്ത് നിന്ന് തുരുത്തും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സുപ്രധാനമായ ഓപ്പറേഷനുകൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങി ഈ നക്സലുകൾക്കും മാവോയിസ്റ്റുകൾക്കും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓപ്പറേഷനിടയിലാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു കുഴിബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്? നന്ദൻ. ഗൗതം, ബിജാപൂരിലെ ബസ്തർ ഡിവിഷനിലാണ് ഇന്ന് രാവിലെ ഈ കുഴിബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ബസ്തർ ഡിവിഷനിലെ ഇന്ദ്രാവതി നാഷണൽ പാർക്കിന് സമീപം ഭോപ്പാൽ പട്ടണം എന്നുള്ള സ്ഥലമുണ്ട്. ആ ഭോപ്പാൽ പട്ടണത്തിന് സമീപം ഉള്ളൂർ വാലിയിലൂടെ കാൽനടയായിട്ട് പട്രോളിംഗ് നടത്തുകയായിരുന്ന പ്രത്യേക സൈനിക വിഭാഗം, പ്രത്യേക സേനാ വിഭാഗം, അതായത് ജില്ലാ റിസർവ് പോലീസിൻ്റെയും CRPFിൻ്റെയും സേനാംഗങ്ങളടങ്ങിയ പ്രത്യേക സേനാംഗങ്ങൾ ഇത്തരത്തിൽ ഈ ഫുഡ് പട്രോളിംഗ്, അതായത് കാൽനടയായ പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ഈ കുഴിബോംബ് പൊട്ടിത്തെറിച്ചത്. മുമ്പിൽ നടന്നിരുന്ന ജവാൻ ആദ്യം ഈ പ്രഷർ പ്ലേറ്റ് ഘടിപ്പിച്ചിരുന്ന കുഴിബോംബിൽ ചവിട്ടുകയായിരുന്നു. തുടർന്ന് ഈ ബോംബ് പൊട്ടിത്തെറിച്ചു. ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ ജവാന് ഗുരുതരമായ പരിക്കേറ്റാണ് ഏറ്റത്. പിന്നീട് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴായിരുന്നു ഇയാൾക്ക് വീരമൃത്യു വരിച്ചത്. 3 ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇവർക്ക് ചികിത്സ തുടരുകയാണ്. ഈ മേഖലയിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷനുകൾ തുടരുകയാണ്. ഗൗതം സൂചിപ്പിച്ചപ്പോൾ തന്നെ അടുത്ത വർഷം പൂർണ്ണമായും മാവോയിസം രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുവാനും തരത്തിൽ, അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള കർമ്മ പദ്ധതികൾക്കാണ് വിവിധ സേനാ വിഭാഗങ്ങൾ നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് CRPFിൻ്റെ കോബ്ര ടീമും അതേപോലെ തന്നെ ഛത്തീസ്ഗഡ് പോലീസിൻ്റെയും അതേപോലെ തന്നെ ജാർഖണ്ഡ് പോലീസിൻ്റെയും ഒക്കെ തന്നെ സംയുക്ത ടീമടങ്ങിയ പ്രത്യേക റിസർവ് ബറ്റാലിയനാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ ആ ഓപ്പറേഷൻ തുടരുകയാണ്. അത്തരത്തിലൊരു ഓപ്പറേഷനിടെയാണ് ഇന്ന് രാവിലെ കുഴിബോംബ് സ്ഫോടനം ഉണ്ടായതും ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയും കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ അമർച്ച ചെയ്യുവാനുള്ള നിർണായകമായ നമ്മുടെ സൈനികർ നടത്തുന്ന ഓപ്പറേഷനിടയിലാണ് കുഴിബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഒരു ജവാന് വീരമൃത്യു, 3 ജവാന്മാർക്ക് പരിക്കേറ്റിരിക്കുന്നു. ആ പ്രദേശത്ത് ഇപ്പോഴും ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നതായും റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. എസ് നന്ദഗോപനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.